അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബെല്ലേരിയിലെ സ്വർണ്ണ വ്യാപാരിയും അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. അതോടൊപ്പമാണ് ഇന്നത്തെ കേരളത്തിലെ UDF കൺവീനർ അതിൽ ആ ഫോട്ടോയിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഒരു MP യെയും നമ്മൾ കാണുന്നത്, ആൻ്റോ ആൻ്റണി. ആരാണ് അപ്പോയിൻമെൻറ്റ് ഇവർക്ക് വാങ്ങിക്കൊടുത്തത്? അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് മുഖ്യമന്ത്രി തന്നെ ചോദിച്ചു. സാധാരണ നിലയിൽ മുമ്പത്തെ പരിസ്ഥിതിയിൽ കരുണാകരന് പോലും യഥേഷ്ടം കാണാൻ സാധിക്കാതിരുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഇവർ കാണാൻ പോയിട്ടുള്ളതും കണ്ടതുമായ ഫോട്ടോ പങ്കിട്ടതുമായ ആൾ ഡിക്കറി. അപ്പോൾ എങ്ങനെയാണ്, ആരാണ് ഈ അപ്പോയിൻമെൻറ്റ് സംഘടിപ്പിച്ച് കൊടുത്തത്? അത് പറയുന്നില്ല. MP ആണോ അല്ല വേറെ ഏതെങ്കിലും പാർട്ടി നേതാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടാണോ? ഈ കള്ളക്കടത്തിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊള്ളയുടെ പ്രധാനപ്പെട്ട വക്താവും ആ സ്വർണം കൊണ്ടുപോയിട്ട് വിറ്റു എന്ന് കൃത്യമായിട്ട് അവർ തന്നെ സ്വർണ്ണം എടുത്തല്ലോ, സ്വർണം കണ്ടെത്തി. അവർ എന്തടിസ്ഥാനത്തിലാണ് ഇവരെല്ലാമായിട്ടുള്ള ബന്ധം ശക്തിപ്പെട്ടു നിന്നത് എന്നതിന് ഉത്തരം പറയേണ്ടിയുണ്ട്. ചോദ്യം ചെയ്യുമെന്നാണ് വാർത്താ മാധ്യമത്തിലൂടെ ഇന്ന് കാണാൻ കഴിഞ്ഞത്. ഇന്നലെ വരെ CPIM-നെതിരായിട്ടുള്ള അന്വേഷണത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് പ്രചരിപ്പിച്ച് ആഹ്ലാദഭരിതരായിരുന്ന VD സതീശനും അതുപോലെ തന്നെ KC വേണുഗോപാലിനും കോൺഗ്രസ് നേതാക്കന്മാർ, UDF നേതാക്കന്മാർ ഈ വാർത്ത പുറത്തു വരുന്ന ആ നിമിഷത്തോടുകൂടി മാറുകയാണ്. എത്ര അവസരവാദപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് നോക്കൂ. എന്താ അവർ പറയുന്നത്? SIT-യിൽ സംശയമുണ്ടെന്ന്. SIT ഇന്നലെ വരെ അംഗീകരിക്കുകയാണ്. അപ്പോൾ അന്വേഷണം കോൺഗ്രസ് നേതാക്കന്മാരായ അടൂർ പ്രകാശൻ ഉൾപ്പെടെയുള്ളവരുടെ നേരെ നീങ്ങുന്നു എന്ന് വരുമ്പോൾ തികച്ചും അവസരവാദപരമായ നിലപാട് സ്വീകരിച്ച് SIT-യെ തന്നെ കുറ്റപ്പെടുത്തുന്ന നിലപാടിലേക്ക് എത്തുന്നു. ഇത് യഥാർത്ഥത്തിൽ സംഭവം അവരിലേക്ക് മെല്ലെ മെല്ലെ വരുന്നു എന്ന് കാണുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സ്വർണ്ണ കടത്ത് അല്ലെങ്കിൽ കൊള്ള ഫലപ്രദമായിട്ട് അന്വേഷിക്കുന്നതിൽ നിന്ന് അവരെ തടയാൻ ബോധപൂർവമുള്ളൊരിടപാട്. ആ ഇടപെടലിനെ കേരളം അംഗീകരിക്കില്ല. കേരളത്തിൽ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ വളരെ ഫലപ്രദമായ രീതിയിൽ അന്വേഷണം നടത്തുന്നു. ഞങ്ങളതിന് പൂർണ്ണമായ പിന്തുണ നൽകുന്നു. ആ പിന്തുണ അന്നും ഇന്നും എല്ലാം ഒരേപോലെ തുടരുകയാണ്. ആരെയൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. ആരൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്, ആരൊക്കെ ജയിലിൽ വെച്ചിട്ടുണ്ട് നമ്മൾ നോക്കിയിട്ടില്ല. ആരായാലും ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്. ആരായാലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. സ്വർണം നമുക്ക് പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടണം. അവരാരായാലും അവരെ രക്ഷിക്കുന്ന നിലപാടിലേക്ക് ഞങ്ങൾ പോകില്ല. ഇതാണ് അന്ന് മുതൽ അടുത്ത നിലപാട്. അതേ നിലപാട് ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ അവസരവാദപരമായ നിലപാട് UDF തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. ഇതാണ് പ്രശ്നം. ഈ വെള്ളാപ്പള്ളി CPI വിശേഷിപ്പിച്ചത് ചതിയൻ ചത്തു എന്നാണ്. അങ്ങനെ ഒരു മനോഭാവം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് CPM-നുണ്ടാവും? ഞങ്ങൾക്ക് അങ്ങനെ നിലപാടില്ല. ഞങ്ങൾ ആരുടെയും നിലപാട് അന്വേഷിച്ച് നോക്കുന്ന നിലപാടല്ലല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട്. CPI-യും ഞങ്ങളും തമ്മിലാണ് ഏറ്റവും നല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ എന്ന രീതിയിലുള്ള ഐക്യം. ആ ഐക്യം തുടർന്ന് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളല്ലല്ലോ. അത് ഉത്തരം പറയേണ്ടത് വെള്ളാപ്പള്ളി നടേശൻ തന്നെ ചോദിക്കുക, അവരോട് ചോദിക്കുക, ഉത്തരം പറയുക. വയനാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ SNDP അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പരാമർശമാണ് വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്നത്. സർക്കാർ അനുമതി നൽകുന്നില്ല, സ്ഥലമുണ്ടെങ്കിലും അനുമതി നൽകുന്നില്ല എന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അനുമതി സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ഭരണപരമായ കാര്യങ്ങളാണ്. അതിൻ്റെ സാങ്കേതികവും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിന് മാത്രമേ അതിനെ സംബന്ധിച്ച് മറുപടി പറയാൻ സാധിക്കും. ഞങ്ങൾക്ക് അതിൻ്റെ മറുപടി വെള്ളാപ്പള്ളി നടേശൻ എടുക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടിയുള്ള നമ്മുടെ നാടിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ നിലപാടുകളോട് സമീപനങ്ങളോട് CPIM-ന് എല്ലാ കാലത്തും യോജിപ്പാണ്. ആ യോജിപ്പിപ്പോഴും തുടരും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ അദ്ദേഹം എടുക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വമൊന്നും CPIM ഏറ്റെടുക്കേണ്ട കാര്യം. അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഈ CPI-യുടെ വിമർശനങ്ങളും ആഭ്യന്തരമായിട്ടുള്ള പറഞ്ഞത് TMC അടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടായ വീഴ്ച അത് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത്
CPM അംഗീകരിക്കുന്നുണ്ടോ ഇത്തരം? അല്ല അത് അവരെന്നെ പറഞ്ഞില്ല. അതല്ല അവരെ നിങ്ങൾ വാർത്തയായിട്ട് കൊണ്ടുവരുന്നതാണ്. അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് LDF ഇടതുപാട് മുന്നേ രീതിയിൽ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ അടുത്ത ആഴ്ചയോടുകൂടി ആ റിവ്യൂ നടത്തുമ്പോൾ എന്താ ഇടതുപാട് ജനാധിപത്യ മുന്നണിയുടെ ധാരണ എന്നത് പറയും. ഓരോരോ പാർട്ടി എടുത്ത നിലപാടിനെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും പറയാനുള്ളത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പറയും. വീഴ്ച പറ്റിയെന്നത് CPM ന് തോന്നുന്നു. ഇത് TMC ഈ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആ ഉത്തരവ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ